നമസ്കാരം. പുതിയ GST സ്ലാബ് വരുമ്പോഴത്തേക്കും മാരുതി സുസുക്കിയുടെ വളരെയധികം ജനപ്രീതി കൂടിയ കാറുകൾക്കൊക്കെ എത്രത്തോളം GSTയുടെ ബെനിഫിറ്റ് ലഭിക്കും, അതിലൂടെ എത്രത്തോളം ടാക്സിൻ്റെ ബെനിഫിറ്റ്, അതുമാത്രമല്ല ഇൻഷുറൻസിൽ എത്രത്തോളം അത് റിഫ്ലക്റ്റ് ചെയ്യും എന്നൊക്കെ നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. നമ്മൾ വാഗണാറിൻ്റെ VXi മാനുവൽ ട്രാൻസ്മിഷന് പുതിയ GSTയിലേക്ക് വരുമ്പോഴത്തേക്കും എത്രത്തോളം ഡിഫറൻസ് വരും എന്നുള്ളതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാഗണാറിൻ്റെ എല്ലാ വേരിയൻറ്റും, അതായത് വാഗണാറിന് 2 എഞ്ചിനുണ്ട്, 1 ലിറ്റർ ഉണ്ട്, 1.2 ഉണ്ട്. ഈ 2 എഞ്ചിൻ വരുന്ന മോഡലുകൾ, അതിൽ CNG ഉണ്ട്, ഓട്ടോമാറ്റിക് ഉണ്ട്, മാനുവൽ ട്രാൻസ്മിഷൻ ഉണ്ട്. മൊത്തത്തിൽ എല്ലാ വേരിയൻറ്റിനും പുതിയ GSTയിലേക്ക് വരുമ്പോഴത്തേക്കും, അതായത് 28% GST പ്ലസ് 1% സെസ് എന്നുള്ള കാറ്റഗറി മാറി ബേസ് പ്രൈസിൻ്റെ മുകളിൽ 18% GST എന്നുള്ള രീതിക്ക് വരുമ്പോൾ പുതിയ GST സ്ലാബിൽ എത്രത്തോളം വ്യത്യാസം വരും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും മാരുതി സുസുക്കി ഒഫീഷ്യലി ഇതുവരെ എത്രത്തോളം GST കുറഞ്ഞു, അല്ലെങ്കിൽ GST കുറഞ്ഞതിന് ശേഷമുള്ള ഷോറൂം പ്രൈസ് എന്താണെന്ന് അനൗൺസ് ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. കൂടുതലും സാധാരണക്കാരായ ആളുകൾ കൺസിഡർ ചെയ്യുന്നത് മാരുതി സുസുക്കിയുടെ വാഗണാർ പോലെയുള്ള മോഡലുകളാണ്. അതിൽ ഡിഫറൻറ്റ് വേരിയൻ്റ് ഉണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെ ഒരു പ്രൈസ് ഡിഫറൻസ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എത്രത്തോളം ലാഭം ഉണ്ടാക്കാം എന്ന് നമുക്ക് തീർച്ചയായിട്ടും ഒരു ധാരണ ഉണ്ടായിരിക്കും. എഞ്ചിൻ ബേയുടെ മറ്റൊരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ ബ്ലോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വാഗണാറിൽ 2 എഞ്ചിനുണ്ട്. ഒന്ന് കേറ്റൽ N എന്ന് പറയുന്ന എഞ്ചിനാണ്. മികച്ച എഞ്ചിൻ തന്നെയാണ്. റിഫൈൻമെൻറ്റിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും ഫ്യൂൽ എഫിഷ്യൻസിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും വളരെ മികച്ച എഞ്ചിൻ തന്നെയാണ്. പക്ഷേ MT ആയിട്ട് പെയർ ചെയ്യുമ്പോഴത്തേക്കും കേറ്റൽ എമ്മിൻ്റെ അത്രത്തോളം ഒരു കെമറാട്രി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. എന്നാൽ പോലും നല്ല എഞ്ചിനാണ്. 89 bhp പവറും അത് 6000 RPMലാണ് ജനറേറ്റ് ചെയ്യുന്നത്. അത് മാത്രമല്ല 113 Nm ടോർക്ക്, അത് 4400 RPMൽ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് കേറ്റൽ എന്നിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി കേട്ടൻ C എന്ന് പറയുന്ന 998 cc 3 സിലിണ്ടർ എഞ്ചിനാണ്. ആദ്യത്തേത് 4 സിലിണ്ടർ ആണ്. ഇവിടെ 66 bhp, അത് 5500 RPMൽ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല 89 Nm ടോർക്ക്, അത് 3500 RPMലാണ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 എഞ്ചിൻ ഓപ്ഷനാണ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. പുതിയ GSTയിലേക്ക് വരുമ്പോഴത്തേക്കും വാഗണാറിന് എത്രത്തോളം വ്യത്യാസം വരും എന്ന് നമുക്ക് നോക്കാം. വാഗണാർ എറീന ഷോറൂം വഴിയാണ് വിൽക്കുന്നത്. തന്നെ വാഗണാറിൻ്റെ 998 cc കേറ്റൻ C എന്ന് പറയുന്ന എഞ്ചിൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു മോഡൽ നമുക്ക് നോക്കാം. നമ്മളിവിടെ നോക്കുമ്പോഴത്തേക്കും LXi ആണ് ഇതിൻ്റെ അടിസ്ഥാന വേരിയൻറ്റ്, അല്ലെങ്കിൽ അടിസ്ഥാന മോഡൽ എന്ന് നമുക്ക് പറയാം. 5,79,000 രൂപയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഷോറൂം പ്രൈസ്. നിലവിൽ പുതിയ GST പ്രകാരമുള്ള 18% മാറുമ്പോൾ 50,000 രൂപയുടെ ഒരു ഡിഫറൻസ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു വാഹനത്തിൻ്റെ ഷോറൂം പ്രൈസ് 5,29,000 രൂപയിലേക്ക് മാറും. പക്ഷേ ടാക്സി പർപ്പസിനൊക്കെ വേണ്ടി കൊടുക്കുന്ന ടൂർ H3 എന്ന് പറയുന്ന വേരിയൻ്റ് ഉണ്ട്. അത് 5,76,000 ആണ് നിലവിലുള്ള ഒരു GST പ്രകാരമുള്ള ഷോറൂം പ്രൈസ്. ഇനി പുതിയ 18% വരുമ്പോഴത്തേക്കും 5,26,000 രൂപയാണ്. അവിടെയും 50,000 രൂപയുടെ ഒരു ഡിഫറൻസ് ഉണ്ട്. ഇനി വാഗണാറിൻ്റെ ഏറ്റവും വാല്യൂ ഫോർ മണി എന്ന് പറയുന്ന ഒരു വേരിയൻറ്റ്, വാഗണാറിൻ്റെ 1 ലിറ്റർ VXi എന്ന് പറയുന്ന വേരിയൻ്റ് ആണ്. അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തതാണ്. 6,24,000 രൂപയാണ് മാനുവൽ ട്രാൻസ്മിഷൻ്റെ നിലവിലുള്ള ഷോറൂം പ്രൈസ്. ഇനി അങ്ങോട്ട് വരുമ്പോഴത്തേക്കും 18% GST മാറുമ്പോൾ 5,70,000 രൂപ എന്നുള്ള രീതിക്ക് മാറും. അപ്രോക്സിമേറ്റ്ലി ഒരു 54,000 to 55,000 രൂപയുടെ ഡിഫറൻസ് തീർച്ചയായിട്ടും അവിടെ ഉണ്ടാകും. എന്നാൽ VXiയുടെ ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോഴത്തേക്കും ഇതെല്ലാം 1 ലിറ്റർ ആണ്. 1 ലിറ്റർ എഞ്ചിൻ എന്ന് പറയുന്ന 998 cc കേട്ടൻ സിയുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ വാഗണാറിൻ്റെ VXi ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോഴത്തേക്കും 6,74,000 നിന്നും 58,000 രൂപ കുറഞ്ഞ് പുതിയ GST സ്ലാബ് വരുമ്പോൾ 6,16,000 രൂപയിലേക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഷോറൂം പ്രൈസ് തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. ഇനി വാഗണാറിൻ്റെ CNG വേർഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാഗണാർ LXi CNG, അതായത് 1 ലിറ്റർ അടിസ്ഥാനമാക്കിയിട്ടുള്ള LXi CNG, അതിന് 6,69,000 ആണെന്നുണ്ടെങ്കിൽ അതിന് 58,000 രൂപയുടെ കിഴിവ് വരും എന്ന് പ്രതീക്ഷിക്കുന്നു പുതിയ GSTയിലേക്ക് മാറുമ്പോഴത്തേക്കും. അങ്ങനെ 6,11,000 രൂപയായിട്ട് മാറും. ഇനി വാഗണാറിൻ്റെ VXi CNG, അതും 1 ലിറ്റർ ആണ്. 7,13,000 രൂപയാണ് നിലവിലെ വില. 18% GST സ്ലാബിലേക്ക് മാറുമ്പോഴത്തേക്കും ഷോറൂം പ്രൈസ് 60,000 രൂപ കുറഞ്ഞ് 6,53,000 രൂപയിലേക്ക് മാറും. ഇനി വാഗണാറിൻ്റെ 1.2, അതായത് 1.2 എന്ന് പറയുന്നത് കേറ്റൽ N എന്ന് പറയുന്ന എഞ്ചിൻ വെച്ചിട്ടുള്ള വേരിയൻറ്റ്, അത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും ടോപ്പ് ആൻഡ് ആയിട്ടുള്ള ZXi എന്ന് പറയുന്ന വേരിയൻറ്റും ZXi പ്ലസ്, ഈ 2 വേരിയൻറ്റിലാണ് വാഗണാറിൻ്റെ 1.2 വരുന്നത്. ZXi എന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാനുവൽ ട്രാൻസ്മിഷന് 6,52,000 രൂപയായിരുന്നെങ്കിൽ 56,000 രൂപയുടെ കിഴിവ് പുതിയ GST സ്ലാബിലേക്ക് വരുമ്പോൾ ഉണ്ടാകും. അങ്ങനെ വരുമ്പോഴത്തേക്കും 5,96,000 രൂപയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഷോറൂം പ്രൈസ്. ഇനി വാഗണാറിൻ്റെ ZXi പ്ലസ് എന്ന് പറയുന്ന വേരിയൻറ്റ്, അത് ZXiക്ക് മുകളിൽ നിൽക്കുന്നതാണ്. മാനുവൽ ട്രാൻസ്മിഷനാണ്. 7 ലക്ഷം രൂപ ഷോറൂം പ്രൈസ് നിലവിലുണ്ട്.
18% GSTയിലേക്ക് മാറുമ്പോഴത്തേക്കും അത് 6,40,000 രൂപയിലേക്ക് വരും. ഇവിടെ 60,000 രൂപയുടെ ബെനിഫിറ്റ് ഉണ്ട്. ഈ ബെനിഫിറ്റൊക്കെ നമ്മൾ പറയുമ്പോഴത്തേക്കും അതിന് മുകളിൽ ആനുപാതികമായിട്ട് റോഡ് ടാക്സിലും കിഴിവുണ്ടായിരിക്കും, ഇൻഷുറൻസിലും കിഴിവുണ്ടായിരിക്കും. ഇനി വാഗണാറിൻ്റെ ഓട്ടോമാറ്റിക്കിലേക്ക് നമ്മൾ നോക്കുകയാണ്, അതായത് 1.2 അടിസ്ഥാനമാക്കിയിട്ടുള്ള ഓട്ടോമാറ്റിക്. അപ്പോൾ ZXi 1.2 ഓട്ടോമാറ്റിക്കിൽ നിലവിൽ അതിൻ്റെ ഒരു എക്സ്-ഷോറൂം പ്രൈസ് 7,02,000 രൂപയാണ്. അത് 60,000 കുറഞ്ഞ് പുതിയ GSTയിലേക്ക് വരുമ്പോഴത്തേക്കും 6,42,000 രൂപയായിട്ട് മാറും. വാഗണാറിൻ്റെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ZXi പ്ലസ് 1.2 ഏറ്റവും ടോപ്പ് എൻഡാണ്. 7,50,000 രൂപയാണ് ഈ ഒരു വാഹനത്തിൻ്റെ നിലവിലുള്ള എക്സ്-ഷോറൂം പ്രൈസ്. പുതിയ GST സ്ലാബിലേക്ക് വരുമ്പോഴത്തേക്കും 18% അടിസ്ഥാനമാക്കിയിട്ടുള്ള GST സ്ലാബിൽ വരുമ്പോൾ അതിന് 6,86,000 രൂപ എന്നുള്ളതായിരിക്കും എക്സ്-ഷോറൂം പ്രൈസ്. ഇവിടെ 64,000 രൂപയുടെ ഒരു ഡിഫറൻസ് തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാകും. ഇനി ടാക്സി പർപ്പസിന് വേണ്ടിയിട്ട് വാഗണാറിൻ്റെ ടൂർ H3 1 ലിറ്റർ ISS മാനുവൽ ട്രാൻസ്മിഷൻ ഉണ്ട്. അതാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞത്. 5,76,000 ആയിരുന്നു. അതിൽ നിന്നും 50,000 രൂപ കുറവ് വരും. തീർച്ചയായിട്ടും അങ്ങനെ വരുമ്പോഴത്തേക്കും 5,26,000 അതിൻ്റെ എക്സ്-ഷോറൂം പ്രൈസ് വരും. ഈ വാഗണാറിൻ്റെ ടൂർ H3 CNG 1 ലിറ്റർ മാനുവൽ ട്രാൻസ്മിഷൻ ഇത് ISS അല്ല. നമ്മളിവിടെ നോക്കുമ്പോഴത്തേക്കും 6,66,000 രൂപ എന്നുള്ള രീതിക്കാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ്-ഷോറൂം പ്രൈസ്. ഇതിന് കുറച്ചും കൂടെ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് ഒരു വ്യത്യാസം. ഇതെല്ലാം ടാക്സി പർപ്പസിന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോഴത്തേക്കും 6,66,000 നിന്നും 57,000 രൂപയുടെ ഒരു കിഴിവ് പുതിയ GST സ്ലാബിലേക്ക് വരുമ്പോൾ ഉണ്ടാകും. അങ്ങനെ വരുമ്പോഴത്തേക്കും 6,09,000 രൂപ എന്നുള്ള രീതിക്കാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ്-ഷോറൂം പ്രൈസ്. ഇതിന് മുകളിലാണ് റോഡ് ടാക്സ് വരുന്നത്. 5 ലക്ഷത്തിന് താഴത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ 5 ലക്ഷം വരെ 11% റോഡ് ടാക്സും 5 ലക്ഷത്തിനും 9,99,000 ആ ഒരു റേഞ്ചിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ 13% റോഡ് ടാക്സ് വരുന്നത്. ഇതെല്ലാം എക്സ്-ഷോറൂം പ്രൈസിൻ്റെ മുകളിലാണ് ഈടാക്കുന്നത്. എക്സ്-ഷോറൂം പ്രൈസിനകത്ത് GST ഉണ്ട്, അതിന് മുകളിലാണ് റോഡ് ടാക്സ് ഈടാക്കുന്നത്. അത് യഥാർത്ഥത്തിൽ മാറ്റി നിർത്തേണ്ട ഒരു കാര്യമല്ലേ? യഥാർത്ഥത്തിൽ ബേസ് പ്രൈസിൻ്റെ മുകളിലല്ലേ റോഡ് ടാക്സ് ഈടാക്കേണ്ടത്? ഈ GSTക്കും കൂടെ നമ്മൾ റോഡ് ടാക്സ് കൊടുക്കേണ്ട ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ നമുക്കുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. വാഗണാർ പോലെയുള്ള വാഹനങ്ങളൊക്കെ എടുക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും അതിൻ്റെ വില കൃത്യമായി വന്നതിന് ശേഷം ഷോറൂമിൽ പോയി അന്വേഷിച്ച് എന്തൊക്കെയാണ് ഡിഫറൻസ്, ഓഫേഴ്സൊക്കെ നിലവിലുണ്ടോ, തീർച്ചയായിട്ടും ഓഫേഴ്സ് കണ്ടിന്യൂ ചെയ്യും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓരോ ഷോറൂമുകൾക്കും ഡിഫറൻറ്റ് ഓഫേഴ്സ് ആയിരിക്കും. സ്റ്റോക്കൊക്കെ ഒരുപാട് ഇപ്പോൾ കയ്യിലുണ്ട്. ഒരു കാര്യം കൂടെ എടുത്ത് വരട്ടെ, ദീപാവലി വരാൻ പോകുന്നു, നവരാത്രി വരാൻ പോകുന്നു, അതുമാത്രമല്ല ഇയർ എൻഡൊക്കെ വരാൻ പോകുന്നു. ഈ ഒരു സമയത്തൊക്കെ നല്ല രീതിക്ക് സെയിലുണ്ടാകും. തീർച്ചയായിട്ടും വാഹന നിർമ്മാതാക്കൾക്കും അത് മാത്രമല്ല ഷോറൂമുകൾക്കൊക്കെ നല്ല രീതിക്കുള്ള സെയിൽ ഇനി അങ്ങോട്ട് ലഭിക്കും. നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് എത്രത്തോളം ഡിഫറൻസ് ഉണ്ട്, വില വ്യത്യാസമൊക്കെ നോക്കിയതിന് ശേഷം മാത്രം വാഹനം സെലക്ട് ചെയ്യുക. അതുകൊണ്ടാണ് ഇത്രയും കാര്യം പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, നമ്മൾ ചാടി കയറിയിട്ട് ഇത്തരത്തിൽ GST കുറഞ്ഞു എന്ന് കരുതി ഉടനെ തന്നെ സെപ്റ്റംബർ 22 ശേഷം വാഹനം പോയി ബുക്ക് ചെയ്ത് വാഹനം ഡെലിവറി എടുക്കാൻ ചെല്ലാതിരിക്കുക. നമ്മൾ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടായതിന് ശേഷം ഒരു സെപ്റ്റംബർ 22 കഴിഞ്ഞിട്ട് ഒരു 10 ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒക്ടോബർ ഫസ്റ്റ് വീക്കോട് കൂടി നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായിരിക്കും. നമ്മുടെ ചാനലിലും അത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ധാരണ ഉണ്ടായതിന് ശേഷം മാത്രം വാഹനം ബുക്ക് ചെയ്ത് നിങ്ങൾ ഏറ്റവും ലേറ്റസ്റ്റ് മാനുഫാക്ചർ മന്ത് ആൻഡ് ഇയർ മാനുഫാക്ചർ നോക്കി വാഹനം സെലക്ട് ചെയ്യുക. നിങ്ങൾ ആ ഒരു വാഹനം റൂമിൽ നിന്നുള്ള ഓഫേഴ്സ് എല്ലാം ചേർത്ത് നിങ്ങൾ വാങ്ങിക്കുക. അത് മാത്രമല്ല പ്രോപ്പറായിട്ട് PDA ചെയ്യുക. നല്ല നല്ല വ്ളോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.